നമസ്കാരം. കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് സ്മാരകം പണിയുന്നത് വിവാദമായതോടെ പ്രതികരണങ്ങളിൽ നിന്ന് ഒളിച്ചോടി CPM. എല്ലാം ജില്ലാ നേതൃത്വത്തോട് ചോദിക്കണമെന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കൂടുതൽ മറുപടി പറഞ്ഞില്ല, ന്യായീകരണങ്ങൾക്ക് തുനിഞ്ഞില്ല. ജില്ലാ സെക്രട്ടറി MV ജയരാജനും തനിക്കൊന്നും പറയാനില്ല എന്നറിയിച്ചു. കൂടുതൽ പ്രതിരോധിക്കാനില്ല, ന്യായീകരിക്കാനില്ല, പ്രതികരിക്കാനില്ലാതെ ഒഴിഞ്ഞുമാറുകയാണ് CPM നേതൃത്വം. ബോംബുണ്ടാക്കുമ്പോൾ കൊല്ലപ്പെട്ടവർക്ക് സ്മാരകമന്ദിരം തുറക്കുന്നതിൽ CPM വിവാദം ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തം. എന്നാൽ ഇത് വിവാദമായിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. 2015 അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിക്ക് ഈ ഒരു വിഷയത്തിൽ പങ്കില്ല എന്ന് വ്യക്തമാക്കി സംഭവത്തെ തള്ളിപ്പറഞ്ഞത് എല്ലാവരും ഓർക്കുന്നു. എന്നാൽ അതിൽ കൊല്ലപ്പെട്ടവരെ പാർട്ടി വക ഭൂമിയിൽ സംസ്കരിച്ചും ഓർമ്മദിനം ആചരിച്ചും രക്തസാക്ഷികളായി ചിത്രീകരിച്ച ചരിത്രവും കണ്ണൂർ ജില്ലാ നേതൃത്വത്തിന് ഉണ്ട്. ഈ മാസം 22-ന് പാനൂർ തെക്കുമുറിയിൽ സ്മാരകം ഉദ്ഘാടനം ചെയ്യാൻ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി വരാനിരിക്കുന്നു. എല്ലാം പ്രാദേശിക വിഷയമെന്ന് മറുപടി നൽകിയ MV ഗോവിന്ദൻ കൂടുതലൊന്നും മാധ്യമങ്ങളോട് വിശദീകരിച്ചില്ല. ജില്ലാ സെക്രട്ടറി MV ജയരാജനും ഒന്നും പ്രതികരിച്ചില്ല. പാനൂർ ബോംബ് കേസിൽ വിമർശനമേൽക്കുന്നതിനിടെയാണ് സ്മാരകമന്ദിര വിവാദവും ഉയരുന്നത്. കൂടുതൽ വിശദീകരിച്ച് ബോംബ് വിഷയം ചർച്ചയാക്കേണ്ടതില്ല എന്നാണ് നിലവിൽ പാർട്ടി ലൈൻ. എന്നാൽ കോൺഗ്രസും BJPയും CPMനെതിരെ ഈ വിഷയം ആയുധമാക്കുകയാണ്. അതേസമയം സോളാർ സമര വിഷയം അടഞ്ഞ അധ്യായമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുമ്പോൾ ഉയരുന്നത് ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിയിലെ താത്വിക ചിന്തയാണ്. കണ്ണൂർ നായനാർ അക്കാഡമിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ഗോവിന്ദൻ പറഞ്ഞത് ചില വസ്തുതകളാണ്. ഒടുവിൽ CPMും ചിലത് തിരിച്ചറിയുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. സോളാറിൽ പാർട്ടി നിലപാട് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ജുഡീഷ്യൽ അന്വേഷണം അന്ന് ആവശ്യപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സമ്മതിക്കുകയായിരുന്നു. ഇതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. അന്നത്തെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടത് നടപ്പാക്കാത്തതിൽ വീഴ്ചകളൊന്നുമില്ല. എല്ലാ മുദ്രാവാക്യങ്ങളും നടപ്പിലാകണമെന്നില്ല. എത്ര കാലമായി ഇൻകുലാബ് സിന്ദാബാദ് എന്ന് ഞങ്ങളും നിങ്ങളുടെ യൂണിയനും വിളിക്കാൻ തുടങ്ങിയിട്ട്? അത് നടപ്പിലായോ? ഇന്നോ നാളെയോ നടപ്പിലാകുമായിരിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. നിങ്ങൾ അജണ്ട സെറ്റ് ചെയ്ത് ഞങ്ങൾ പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുകയില്ല. എന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് വിവാദമാക്കലാണ് നിങ്ങളുടെ പണിയെന്നും മാധ്യമങ്ങളെ വിമർശിച്ചുകൊണ്ട് MV ഗോവിന്ദൻ പറഞ്ഞു. പാനൂർ രക്തസാക്ഷി മന്ദിരം ഉദ്ഘാടനത്തിന് പോകും. പാർട്ടി DC-യാണ് പരിപാടി നിശ്ചയിച്ചത്. അതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പാർട്ടി ജില്ലാ നേതൃത്വത്തോട് ചോദിക്കണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അങ്ങനെ ഗോവിന്ദൻ സമകാലിക വിവാദങ്ങളിൽ മറുപടി പറയുകയാണ്. ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ചവരുടെ രക്തസാക്ഷി മണ്ഡപ ഉദ്ഘാടനമാണ് വിവാദമാകുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ പരസ്യമായി തള്ളിപ്പറഞ്ഞ സഖാക്കളെയാണ് ഇപ്പോൾ CPM രക്തസാക്ഷികളാക്കിയിരിക്കുന്നത്. സോളാറിൽ കരുതലോടെ മാത്രം CPM പ്രതികരിക്കണം എന്ന് വ്യക്തമാക്കുന്നതാണ് ഗോവിന്ദൻ്റെ പ്രതികരണം. സോളാർ വിഷയത്തിൽ LDFൻ്റെ സെക്രട്ടേറിയറ്റ് വളയൽ സമരം CPM മുൻകൈയെടുത്ത് ഒത്തുതീർപ്പാക്കിയത് എന്ന മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിൻ്റെ വെളിപ്പെടുത്തൽ തള്ളി ജോൺ ബ്രിട്ടാസ് MP എത്തിയെങ്കിലും വിവാദം നാണക്കേടുണ്ടാക്കി എന്ന വിലയിരുത്തലിലാണ് CPM. ജോൺ മുണ്ടക്കയത്തിൻ്റെ വെളിപ്പെടുത്തൽ ഭാവനയുടെ ഭാഗമാണെന്ന് ബ്രിട്ടാസ് വിമർശിച്ചു എങ്കിലും ചർച്ച നടന്നുവെന്ന് സ്ഥിരീകരിക്കേണ്ടി വന്നു. ഇത്തരത്തിൽ ഒരു ചർച്ച ഇതുവരെ CPM പരസ്യമായി പറഞ്ഞിരുന്നില്ല. സമരം കണ്ട് സർക്കാർ ഭയന്നു എന്ന തരത്തിലായിരുന്നു CPM പ്രചരണം. ഇതുകൊണ്ടാണ് താത്വികമായി വിഷയത്തെ ഗോവിന്ദൻ സമീപിക്കുന്നത്. ജോൺ മുണ്ടക്കയം ഉയർത്തിയ വിവാദം ഏതാണ്ട് കെട്ടടങ്ങി. കോൺഗ്രസും ഏറ്റുപിടിച്ചില്ല. ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിൽ നിന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് തന്നെ വിളിച്ചത്. സർക്കാർ ഒത്തുതീർപ്പിന് തയ്യാറാണെന്ന് തിരുവഞ്ചൂർ അറിയിക്കുകയായിരുന്നു. ഇക്കാര്യം CPM നേതൃത്വത്തെ അറിയിക്കാൻ തന്നോട് ആവശ്യപ്പെട്ടു. പിന്നീട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും താൻ കണ്ടു. ഉമ്മൻചാണ്ടിയുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ തിരുവഞ്ചൂരും PK കുഞ്ഞാലിക്കുട്ടിയും ഒപ്പമുണ്ടായിരുന്നു. ജോൺ മുണ്ടക്കയം പറയുന്നത് തിരുവഞ്ചൂർ തയ്യാറാക്കിയ തിരക്കഥയാകാമെന്നും ബ്രിട്ടാസ് ആരോപിച്ചു. എന്നാൽ എന്തുകൊണ്ട് ഈ ചർച്ച CPM പുറത്തു പറഞ്ഞില്ല എന്നതാണ് ഉയരുന്ന ചോദ്യം. സുതാര്യമായിരുന്നു കാര്യങ്ങൾ എങ്കിൽ അത് വേണ്ടിയിരുന്നു എന്നാണ് പൊതുവെ വിലയിരുത്തൽ. സോളാർ സമരം ഒത്തുതീർപ്പാക്കിയത് ജോൺ ബ്രിട്ടാസ് ഇടപെട്ടെന്നായിരുന്നു ജോൺ മുണ്ടക്കയത്തിൻ്റെ വെളിപ്പെടുത്തൽ. സോളാർ കേസിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത് ധാരണപ്രകാരമാണ്. ബ്രിട്ടാസിനെ ഇടനിലക്കാരനാക്കി CPM ഒത്തുതീർപ്പിന് ശ്രമിച്ചുവെന്നും ഇത് UDFും സർക്കാരും അംഗീകരിക്കുകയായിരുന്നു എന്നുമാണ് ജോൺ വെളിപ്പെടുത്തിയത്. ഇതിന് പിന്നാലെയാണ് ഇതൊക്കെ നിഷേധിച്ച് ജോൺ ബ്രിട്ടാസും എത്തിയത്. അതിനു മുൻപ് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജോൺ മുണ്ടക്കയത്തിൻ്റെ വെളിപ്പെടുത്തലിൽ സ്ഥിരീകരണം നടത്തിയിരുന്നു. ഇതോടെ വീണ്ടും സോളാർ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന വിഷയമായി മാറുമോ എന്ന ആശങ്ക CPMനുണ്ടായി. ഏതായാലും ഈ വിഷയത്തിൽ കരുതലോടെ മാത്രമേ CPM പ്രതികരിക്കൂ. ജീവിച്ചിരിക്കുന്ന ഒരു CPM നേതാവും ചർച്ചകളിൽ പങ്കെടുത്തു എന്ന് ജോൺ മുണ്ടക്കയം ആരോപിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ CPM ഇതുവരെ പ്രതികരണമൊന്നും നടത്തിയിട്ടുമില്ല.